ക്രൈസ്റ്റ് വേ പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. സോദോം ഗോമോറയിൽ വൻ തീപിടുത്തം, നാശനഷ്ടങ്ങൾ അറിവായിട്ടില്ല. പന്നികളുടെ കൂട്ട ആത്മഹത്യ, അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു മുഖ്യമന്ത്രി. പഴം പറിച്ചു തിന്ന കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ. ഏദൻ തോട്ടത്തിൽ നിയമപരിഷ്കരണത്തിന് ബിൽ പാസാക്കാൻ അടിയന്തര സമിതി. സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇസ്രായേലിന്റെ സംഘനൃത്തം, കൽപ്പലകൾ എറിഞ്ഞുടച്ചു മോശ. പെട്ടകം എഴുന്നള്ളിപ്പിന് യാത്രക്കിടയിൽ കാള വിരണ്ടു. തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വിവാഹ സൽക്കാരത്തിനിടയിൽ വീഞ്ഞു തീർന്നുപോയ വീട്ടിലേക്ക് അടിയന്തര സഹായമായി യേശുക്രിസ്തു. കായികം. ഇസ്രായേൽ പലസ്തീൻ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇസ്രായേലിന് 150 റൺസിന്റെ ജയം. വാർത്തകൾ വിശദമായി. സോദോം ഗോമോറ പട്ടണങ്ങളിൽ വൻ തീപിടുത്തം, നാശനഷ്ടങ്ങൾ അറിവായിട്ടില്ല. ഇന്നലെ പുലർച്ചെയാണ് ലോകത്തെ തന്നെ അടുക്കിയ ഈ ദാരുണ സംഭവം ഉണ്ടായത്. യോർദാൻ നദിക്കരികിൽ വളരെ നീരോട്ടമുള്ളതും സമ്പൽ സമൃദ്ധവുമായ ഈ പ്രദേശങ്ങൾ ദുഷ്ടന്മാരാൽ നിറഞ്ഞതായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം. ഗോമോറ മുനിസിപ്പാലിറ്റിയിലെ 10ഓളം വരുന്ന ഫയർ എഞ്ചിനുകൾ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളത്തിനും തീ പിടിച്ച് അവർ മരണപ്പെട്ടതായാണ് റിപ്പോർട്ട്. പന്നികളുടെ കൂട്ട ആത്മഹത്യ, അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു മുഖ്യമന്ത്രി. ഖബർനബൂം എന്ന പ്രദേശത്തിൻ്റെ അക്കരെയുള്ള ഗദരദേശം എന്ന സ്ഥലത്താണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. ഏകദേശം 2000 പന്നികൾ ആത്മഹത്യ ചെയ്ത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് പന്നികൾക്കായി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തണമെന്നും അങ്കമാലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. അടുത്ത ന്യൂസിലേക്ക്. പഴം പറിച്ചു തിന്ന കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ. ഏദൻ തോട്ടത്തിൽ നിയമപരിഷ്കരണത്തിന് ബിൽ പാസാക്കാൻ കേന്ദ്രം നിർദ്ദേശം നൽകി. കിഴക്ക് ഏദനിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അടുത്തിടയ്ക്ക് വിവാഹിതരായ ആദം എന്ന യുവാവും ഹൗവ എന്ന യുവതിയുമാണ് അറസ്റ്റിലായത്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ട് ബറബാസ് ചേരുന്നു. എന്താണ് ബറബാസ് ലഭിക്കുന്ന വിവരങ്ങൾ? താങ്കൾ ഇപ്പോൾ എവിടെയാണ്? സംഭവ സ്ഥലത്തുണ്ടോ? ബറബാസ്, കേൾക്കാമോ? താങ്കൾ ഇപ്പോൾ എവിടെയാണ്? താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഞാനിപ്പോൾ സംഭവ സ്ഥലത്ത് ഉണ്ട്. വിവാഹ സമ്മാനമായി പിതാവ് എഴുതി കൊടുത്ത ഏദൻ തോട്ടത്തിൽ നിന്ന പഴമാണ് നവദമ്പതികൾ പറിച്ചു തിന്നത്. എന്ത് പഴമാണ്? പഴത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ പിന്നീട് നൽകാം. കാണാൻ ഭംഗിയുള്ളതും രുചികരവുമായ മറ്റനേകം പഴങ്ങളും മറ്റുമുള്ള ഈ തോട്ടത്തിലെ ഒരു വൃക്ഷഫലം മാത്രം കഴിക്കരുതെന്ന പിതാവിൻ്റെ നിർദ്ദേശം അവഗണിച്ചാണ് അവർ പഴം ഭക്ഷിച്ചത്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം കഴിച്ച് മരിക്കുമെന്ന നിർദ്ദേശം സത്യമാണോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്തെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇടപെടുകയാണ്. വല്ല DNA ടെസ്റ്റ് വല്ലതും ആണോ? ഒന്ന് വ്യക്തമാക്കാമോ? താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. DNA ടെസ്റ്റ് അല്ല, ഇതൊരു ബലത്തിനെ കുറിച്ച് അറിയുന്ന ടെസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നറിയുന്നതിന് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതിന് പുറമെ തോട്ടത്തിൽ നിയമപരീക്ഷണത്തിനായി ബിൽ പാസ്സാക്കാനാണ് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കേസിലെ പ്രതികളിൽ ഒരാൾ ആദാം നമ്മോടൊപ്പമുണ്ട്. എന്നാൽ താൻ അത്തിയിൽ കൊണ്ടുണ്ടാക്കിയ അരയാട വാടിപ്പോയതിനാൽ തൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വിടരുതെന്നുള്ള അഭ്യർത്ഥനയുള്ളതിനാൽ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നു. ബറബാസ്, നമുക്ക് ആ പേഴ്സണലായി വീഡിയോ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ആദാമിനോട് ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, എന്നാലും എനിക്ക് അറിയില്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. ആദാം, കേൾക്കാമോ? പ്രൈസ് ലോർഡ്. കേൾക്കാം. പറയൂ, വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? എൻ്റെ ബറാബാസേ, സത്യത്തിൽ ഞാൻ വലിയൊരു ചതിയിലാണ് അകപ്പെട്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കല്യാണമൊന്നും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. എന്നെ കണ്ടിട്ട് മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിലൂരിയാണ് എൻ്റെ അപ്പൻ അവളെ നിർമ്മിച്ചത്. ചുമ്മാ അവളാണ് ഇത് സത്യത്തിൻ്റെ എല്ലാം കാരണം എന്നെ കൂടാതെ സത്യത്തിൽ ഒറ്റയ്ക്ക് കറങ്ങാൻ പോകരുത് ഞാൻ 1000 പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞതാണ്. വല്ലവൻ്റെയും വാക്ക് കേട്ട് അവൾ തിന്നുകയും ചെയ്തു. പോരാത്തതിന് അത് എന്നെ കൊണ്ട് തീറ്റിപ്പിക്കുകയും ചെയ്തു. ഇതിപ്പോൾ ഉണ്ടായിരുന്ന തേജസ്സും പോയി. ഞങ്ങൾ തോട്ടത്തിന് പുറത്തു പോയി. എന്ത് ചെയ്യാൻ, കഷ്ടപ്പെട്ട് അത്തിയില കൊണ്ടുണ്ടാക്കിയ എൻ്റെ കളസവും പോയി. ഇപ്പം ഇവിടെ വാടിപ്പോയി നിൽക്കുക. ആട്ടെ, നിങ്ങളുടെ ഭാര്യ ഹൗവ ഇപ്പം എവിടെയുണ്ട്? ഇനി എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? എൻ്റെ മാഷേ, ഇനി മേലെ അവളെക്കുറിച്ച് ചോദിക്കല്ലേ. എനിക്ക് അവളോടുള്ള കലിപ്പ് തീരുന്നില്ല കേട്ടോ. എന്തായാലും ഞാൻ നോക്കട്ടെ. അവൾ ഇവിടെ കണ്ട് ഏതോ മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വളരെ പ്രയാസമുണ്ട്. ഇനി പഴയതുപോലെ ഒന്നും സൂഹിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. എല്ലും മുറിയെ പണിയെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്തിറങ്ങിയാൽ.
വാസ്തവത്തിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് കീഴ്പ്പെടാതിരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? അതുകൊണ്ടല്ലേ ചതിയിൽപ്പെട്ടത്? ആഹാ, ആരോട് പറയാൻ, എന്തു പറയാൻ? എന്തായാലും നനഞ്ഞിറങ്ങി, ഇനിയും കുളിച്ച് കയറാമാതാം. എന്തായാലും ഈ നിർഭാഗ്യകരമായ സംഭവം ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു പാഠമാണെന്നതിൽ ഒരു സംശയവുമില്ല. ഈ സമയത്ത് ബൈബിൾ വാക്യം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. ക്യാമറമാൻ ജെറോമിനൊപ്പം ബറാബാസ്, ക്രൈസ്റ്റ് ന്യൂസ്. നന്ദി ബറബാസ്, വിവരങ്ങൾ തന്നതിന്. മറ്റു വാർത്തകളിലേക്ക്. സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ഇസ്രായേലിൻ്റെ സംഘനൃത്തം, കൽപ്പലകൾ എറിഞ്ഞുടച്ചു മോശ. സീനായ് മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ ജനം നടത്തിയ റോക്ക് ഡാൻസ് ആണ് വിവാദങ്ങൾക്ക് കാരണമായത്. അടിയന്തര യോഗത്തിനായി പ്രസിഡന്റ് മോശ മലമുകളിലേക്ക് പോയ സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് അഹരോന്റെ നേതൃത്വത്തിൽ നൃത്ത പരിപാടി അരങ്ങേറിയത്. തിരിച്ചെത്തിയ പ്രസിഡന്റ് രോഷാകുലനാകുകയും കയ്യിലുണ്ടായിരുന്ന ബൈലോ എറിഞ്ഞുടക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ 3000 പേർ കൊല്ലപ്പെടുകയും 5000-ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. സംഭവത്തിൽ വൈസ് പ്രസിഡന്റ് അഹരോൻ ഖേദം പ്രകടിപ്പിച്ചു. പെട്ടകം എഴുന്നള്ളപ്പിന് യാത്രക്കിടയിൽ കാള വിരണ്ടു. തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. യെരുശലേമിൻ്റെ തെരുവീതിയിൽ ദൈവത്തിൻ്റെ പെട്ടകം എഴുന്നള്ളിക്കുന്നതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലുമാണ് കാള വിരണ്ടത്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ദൈവത്തിൻ്റെ പെട്ടകത്തിൽ കൈ കൊണ്ടുപിടിച്ച ഉസ്സ എന്ന ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത്. 28 വയസ്സായിരുന്നു. സംഭവത്തിൽ രാജാവ് ഡേവിഡ് അഗാധ ദുഃഖം രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട ഉസ്സയുടെ കുടുംബത്തിന് 5000 ശേക്കൽ പൊൻ ധനസഹായമായി പ്രഖ്യാപിച്ചു. പെട്ടകവുമായി ബന്ധപ്പെട്ട് താൻ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്നും മനസ്സിലാക്കിയ രാജാവ് പെട്ടകം മറ്റെവിടെങ്കിലും മാറ്റുവാൻ ഉത്തരവിട്ടു. എന്നാൽ പെട്ടകം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാകാതെ വന്നപ്പോൾ അടുത്തുള്ള ഓബേദ്-ഏദോമിൻ്റെ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം പെട്ടകം മാറ്റുകയുണ്ടായി. ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറിയെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അടുത്ത വാർത്തയിലേക്ക്. വിവാഹ സൽക്കാരത്തിനിടയിൽ വീഞ്ഞു തീർന്നുപോയ വീട്ടിലേക്ക് അടിയന്തര സഹായവുമായി യേശു ക്രിസ്തു. ഗലീലയിലെ കാനാവ് എന്ന പ്രദേശത്ത് നിന്നാണ് കുടിയന്മാരുടെ മനസ്സിന് കുളിർമയേകുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കല്യാണ വിരുന്നിലെ പ്രധാന വിഭവമായ വീഞ്ഞു തീർന്നു പോവുകയും തുടർന്ന് അതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന സാഹചര്യത്തിൽ നസ്രയത്ത് സ്വദേശിയായ യേശു എന്ന വ്യക്തിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. വെറും പച്ചവെള്ളത്തെ 7 ബാരൽ വീഞ്ഞാക്കി മാറ്റിയാണ് താൻ അത്ഭുതം സൃഷ്ടിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ ആൻഡ്രൂവിൻ്റെ വാക്കുകളിലേക്ക്. ആൻഡ്രൂ, എന്താണ് അവിടെ ഉണ്ടായത്? വാസ്തവത്തിൽ യേശു വെള്ളം വീഞ്ഞാക്കുകയായിരുന്നോ അതോ മാസ്യയോഗത്തിന് സാമ്പാർ തികയാതെ വരുമ്പോൾ കഞ്ഞിവെള്ളം ചേർക്കുന്ന പെന്തക്കോസുകാരെ പോലെ വീട്ടുകാർ വെള്ളം ചേർത്തതാണോ? ആൻഡ്രൂസ്, എന്താണ് അവിടെ സംഭവിച്ചത്? താങ്കൾ ഇപ്പോൾ അവിടെ അടുത്തുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? അനു, കേൾക്കാമോ? ഇവിടെ നല്ല തിരക്കാ. ഇവിടെ നല്ല തിരക്കാ. സത്യത്തിൽ ആളുകളുടെ തിക്കും തിരക്കും കാരണം എനിക്ക് സത്യത്തിൽ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഇനി കേൾക്കാൻ തോന്നുന്നു അല്ലേ? കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. ഓക്കെ. പറഞ്ഞ പോലെയാണ്. എനിക്ക് നമ്മുടെ ഈ വീഞ്ഞിന്റെ ഒരു സിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ, സംഭവം അങ്ങോട്ട് നോക്കട്ടെ കേട്ടോ. ഒരെണ്ണം നമുക്ക് കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പരമാവധി ശ്രമിക്കാം. പക്ഷെ ഇവിടെ കൂട്ടയടിയാ സംഭവത്തിന് വേണ്ടി. ഇനി നോക്കാം ഞാൻ. ആ സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി സാധനം കേട്ടോ. അനു, സത്യത്തിൽ ഈ പെന്തിക്കോസാർ സാമ്പാറിൽ കഞ്ഞിവെള്ളം ചേർക്കുന്ന ഉടായ്പ പരിപാടിയില്ല കേട്ടോ. നല്ല ഒന്നാന്തരം വീഞ്ഞാ കേട്ടോ. എൻ്റെ ആയുസിൽ ഞാനിത് കുടിച്ചിട്ടില്ല ഈ സംഭവം. സൂപ്പർ സാധനം. എനിവേ, താങ്ക് യു ജീസസ്. ആൻഡ്രൂ, സത്യത്തിൽ എങ്ങനെയാണ് യേശു ഇത് ചെയ്തത്? വെള്ളത്തിൽ കൈയിട്ട് കലക്കിയോ അതോ കൽപ്പിക്കുകയായിരുന്നു? എന്താണ് സംഭവിച്ചത്? നമ്മുടെ പ്രേക്ഷകർ അത് കേൾക്കാൻ ആകാംക്ഷയിലാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അനു, സത്യത്തിൽ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ ഇവിടുള്ള ആളുകളോടൊക്കെ ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, സത്യത്തിൽ യേശു എന്ന വ്യക്തിയെ ശുശ്രൂഷക്കാരോട് പുറത്തിരുന്ന കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞ പോലെ അവർ പെട്ടെന്ന് ചെയ്തെന്നാണ് പറയുന്നത്. പക്ഷേ വെള്ളം നിറച്ച ഉടനെ എന്ത് ചെയ്തു? അവർ കലവറയിലെ പ്രധാന വിളംബരനുണ്ട് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ സംഭവം എന്തുവാ? അവിടെ രുചിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ വെള്ളം വീഞ്ഞായിരിക്കുന്നു. സത്യത്തിൽ ഈ സംഭവം എപ്പോഴാണ് നടന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. പക്ഷേ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് പറയുന്നത് ഒറ്റ കാര്യം അവർ പറയുന്നത് കേട്ടോ. യേശുവിൻ്റെ വാക്ക് അവരനുസരിച്ചപ്പോഴാണ് സംഭവം നടന്നതെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. ഓക്കെ ആൻഡ്രൂ, വീഞ്ഞ് തീർന്നു പോയെന്ന് ഈ വിവരം ആരാണ് യേശുവിനെ അറിയിച്ചത് എന്ന സൂചന വല്ലതും ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ലതും അറിയുവാൻ കഴിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു യേശുവിനോട് ഏറ്റവും അടുത്തുള്ള ആരാണ് സംഭവം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പലരോടും ചോദിച്ചു. ഏറ്റവും ഒടുവിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് യേശുവിൻ്റെ അമ്മയായ മറിയാണ്. മറിയ ഇപ്പോൾ അടുത്തെങ്ങാണോ ഉണ്ടോ? ഞാൻ സംഭവം അറിഞ്ഞപ്പോൾ മറിയെ ഞാൻ അടുത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഓക്കെ ആൻഡ്രൂ. മറിയാംചിയോട് കാര്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്താണ്? നമുക്ക് കാര്യങ്ങൾ മറിയാമ്മയുടെ നമുക്ക് നേരിട്ട് അറിയാം. കാരണം ഡീറ്റെയിൽഡുള്ള വിവരം മറിയായ്ക്ക് പറയാൻ കഴിയുമല്ലോ. മറിയാമ്മച്ചി, നിങ്ങളാണോ യേശുവിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങൾക്കും ഒരു ആവശ്യമുണ്ടായാൽ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, ഒരിക്കലുമല്ല. നോ.
നോ ഒരിക്കലുമല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോടല്ല പറയേണ്ടത്, യേശുവിനോട് നേരിട്ട് പറയണം. ഞാൻ കേവലം ഒരു മനുഷ്യ സ്ത്രീയാണ്. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നമുക്കൊരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. വിവരങ്ങൾ നൽകിയത് നന്ദി ആൻഡ്രു. കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ കുമ്മനടിച്ചതാണ് വീഞ്ഞ് തികയാതിരിക്കാൻ കാരണമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് അവറിൽ ഇനിയൊരു ഇടവേള. രുചിയുള്ള കട്ട്ലേറ്റ്, ബ്യൂലി പാർക്കിലെ ഏക സ്ഥാപനം, തലമുറയായി കൈമാറി വന്ന രുചിയേറിയ രസക്കൂട്ട്, ഷോമിയ കട്ട്ലേറ്റ്, കട്ട്ലേറ്റ് ഷോമിയ. ബാസിൽഡണിലെ ഏക സ്ഥാപനം നിഗേസ കിച്ചൻ, പൂർണ്ണമായും എല്ലാ കാറ്ററിംഗ് ഉത്തരവാദിത്തങ്ങളും, കല്യാണ വിരുന്നുകൾ, ബർത്ത്ഡേ പാർട്ടികൾ, കോട്ടേജ് മീറ്റിങ്ങുകൾ എല്ലാം ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്ന നീതു ബിബി, ബിബി നീതു, പ്രൊപ്പറേറ്റർ നീതു ബിബി. നമുക്ക് വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കായിക വാർത്തകൾ. ഇസ്രായേൽ പലസ്തീൻ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇസ്രായേലിന് 150 റൺസ് ജയം. ഡേവിഡ് ജെസ്സെ മാൻ ഓഫ് ദി മാച്ച്. ഏലാ താഴ്വരയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇസ്രായേൽ നിശ്ചിത 50 ഓവറിൽ 230 റൺസ് നേടി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഫെലിസ്തീൻ ഓപ്പണർ ഗോലിയാത്ത് ഡേവിഡ് ജെസ്സയുടെ ആദ്യ ബോളിൽ തന്നെ പുറത്താകുകയും തുടർന്നുള്ള വിക്കറ്റുകൾ അടുത്ത 80 റൺസിനുള്ളിൽ വീഴുകയും ചെയ്തു. 5 ഓവറിൽ 18 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ പിഴുത ഡേവിഡ് ജെസ്സയാണ് മാൻ ഓഫ് ദി മാച്ച്. ഇതോടെ പരമ്പരയിൽ ഇസ്രായേൽ 1-0 മുന്നിലെത്തി. അടുത്ത ഒരു ന്യൂസ്. പെനിയലിൽ വെച്ച് നടന്ന ഗുസ്തി മത്സരത്തിൽ ദൂതനെ തോൽപ്പിച്ച യാക്കോബ്. രാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ടുനിന്ന മത്സരത്തിൽ തുടക്കത്തിൽ ദൂതൻ ലീഡ് ചെയ്തെങ്കിലും അവസാന റൗണ്ടിൽ യാക്കോബ് ചാമ്പ്യനായി. ഇതോടെ യാക്കോബിന്റെ പേർ ഇസ്രായേൽ എന്ന് അറിയപ്പെടും. ഇനി പ്രാദേശിക വാർത്തകൾ. ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് പ്രഖ്യാപിച്ചു. ലണ്ടനിലെ നേഴ്സും ബാസിൽഡൺ ക്രൈസ്റ്റ് ചർച്ച് സഭാ ശുശ്രൂഷൻ പാസ്റ്റർ ജെയിൻ്റെ വൈഫുമായ സൂസൻ ജെയിനാണ് അവാർഡിന് അർഹയായിരിക്കുന്നത്. തൻ്റെ വീട്ടുവളപ്പിലും അടുക്കളയിലുമായി രാസവളം ചേർക്കാത്ത വിവിധ ഇനം ജൈവ പച്ചക്കറികളാണ് വിളയിച്ചെടുത്തത്. തൻ്റെ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്ന ജൈവ വളക്കൂട്ടാണ് ഇതിൻ്റെ പിന്നിലെന്ന് സൂസൻ ജെയിൻ വെളിപ്പെടുത്തി. ഈ വിവരം അറിഞ്ഞതു മുതൽ സഭാവിശ്വാസികളും നാട്ടുകാരും കൃഷിയിടം കാണുവാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ മട്ടുപ്പാവിലും കൃഷി ചെയ്യണമെന്നും ഇതിന് പാസ്റ്റർ ജെയിൻ്റെ സപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ടെന്നും സൂസൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നമ്മളുടെ റിപ്പോർട്ടർ ഇപ്പോൾ സൂസൻ ജെയിൻ്റെ അടുത്തുണ്ട്. എന്താണ് സൂസൻ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഹലോ ബ്ലെസ്സി, കേൾക്കാമോ? ഇപ്പോൾ എവിടെയാണ്? സൂസന്റെ അടുത്തുണ്ടോ? എന്താണ് നമ്മുടെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി? കേൾക്കാനു, ഞാനിപ്പോൾ മിസ്സസ് സൂസൻ ജെയിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. വെൽക്കം ടു ക്രൈസ്റ്റ് TV ചാനൽ. വലിയ ബഹുമതിയൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണല്ലോ. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? വളരെ സന്തോഷം. ഞാൻ വായിച്ചറിഞ്ഞതിലും കേട്ടറിഞ്ഞതിലും അറിഞ്ഞു ഭർത്താവ് ഒരു സുവിശേഷകനാണ്, പോരാഞ്ഞതിന് ഒരു നേഴ്സാണ്, പിന്നെ 3 പിള്ളേരും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അനു, സൂസൻ ജെയിന് വാക്കുകളില്ല, മൊത്തം സന്തോഷത്തിലാണ്. സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു ഒന്നും പറയാൻ പറ്റാത്തത്. സന്തോഷത്തിലാണെന്ന് തോന്നുന്നു, ഭയങ്കര സന്തോഷം, വാക്കുകളൊന്നും കിട്ടുന്നേ ഇല്ല, ചിരി മാത്രമേ ഉള്ളൂ. ബ്ലെസ്സി, നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയിലാണ്. ആ സന്തോഷം എങ്ങനെയാണ് അവർ പങ്കുവെക്കുന്നത്? പാസ്റ്റർ ജെയിൻ ഇതിന് എന്തെങ്കിലും പങ്കു വഹിച്ചിട്ടുണ്ടോ? അത് തന്നെത്താനായിരുന്നു ഇത് ചെയ്തിരുന്നത്? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. സൂസൻ ജെയിൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? അതും എല്ലാവരും ഇപ്പോൾ UK-ലാണുള്ളത്. നമ്മുടെ നാട്ടിലെ വളങ്ങളോ ഒന്നുമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ഇതെല്ലാം ഈ ജോലിയുടെ ഇടയിലും ഇതെല്ലാം ഇങ്ങനെ പലവിധമായ കാർഷിക വിഭവങ്ങളൊക്കെ വീട്ടിലെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ എന്താണ് ഒരു ട്രിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ ഈ പുതിയ തലമുറയോട്? അതെ, എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ട്. അദ്ദേഹം വീക്കെൻഡ് പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്യുന്നെങ്കിലും
വീക്ക് ഡേയ്സിൽ എനിക്ക് വളരെ സഹായമാണ്. കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ കമ്പോസ്റ്റ് ബിന്നൊക്കെ വാങ്ങിച്ചു തന്നു. അതിന് വേണ്ട ബ്ലസ്സി, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുവാനിടയായി തീർന്നു. ഇത് നമ്മുടെ മലയാളിക്കടയായ മാമാസിലും അതേപോലെ ശബരിയിലും കൊണ്ടുപോയി പച്ചക്കറി വിൽക്കാനാണ് സൂസന്റെ പ്ലാൻ എന്ന് കേൾക്കുകയുണ്ടായി. എന്തെങ്കിലും ഇതിൽ വസ്തുതയുണ്ടോ? എന്താണ് സൂസൻ ജെയിൻ, ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എന്താണ് ചെയ്യുന്നത്? എത്ര വരുമാനമാണ് കിട്ടുന്നത്? അത് വരുമാനം എക്സ്ട്രാ ഒന്നുമില്ല. ഞങ്ങൾക്ക് യൂസ് ചെയ്യാനും വരുന്ന വിശ്വാസികൾക്ക് കൊടുക്കാനുമേ ഉള്ളൂ. ഓക്കെ ബ്ലസ്സി, വിവരങ്ങൾ നൽകിയതിന് നന്ദി അനു. അടുത്ത നമുക്ക് കൗതുകരമായ മറ്റൊരു വാർത്തയിലേക്ക്. പാട്ട് കേട്ട് യാത്ര ചെയ്യാം. UK-യിൽ ബസ് ഡ്രൈവറായി ജെംസി ജോലിയിൽ പ്രവേശിച്ചു. ഇനി മുതൽ ബസ്സിൽ ക്രിസ്തീയ ഗാനങ്ങൾ കേട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ചെംസ്ഫോർഡ് നിവാസികൾക്കുള്ളത്. തൻ്റെ സ്വന്തം ശബ്ദത്തിൽ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലാണ് പാട്ടുകൾ ആലപിക്കുന്നത്. ഇത് കേൾക്കാനായി ആളുകൾ ബസ്സിൽ ഒരു കാര്യവുമില്ലാതെ പൗണ്ടുകൾ മുടക്കിയാണ് യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ വന്നതോടുകൂടി ബസ്സിൻ്റെ ഡെയിലി കളക്ഷൻ 4 ഇരട്ടിയായി കൂടിയിരിക്കുകയാണ്. പാട്ടുപാടി ദൈവമക്കളെ നേടുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ജെംസി വ്യക്തമാക്കി. ക്രൈസ്റ്റ്വേ ചാനലിലെ എൻ്റെ ചിരി പ്രോഗ്രാം വിന്നറായി സിസ്റ്റർ ബ്ലസ്സിയെ തിരഞ്ഞെടുത്തു. ക്രൈസ്റ്റ്വേ ചാനൽ സംഘടിപ്പിച്ച എൻ്റെ ചിരി പ്രോഗ്രാം വിന്നറായി ബ്ലസ്സി. കടുത്ത പോരാട്ടമായിരുന്നു മത്സരാർത്ഥികൾ തമ്മിൽ നടന്നത്. ജഡ്ജസിന് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിൽ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. എന്നാൽ തൻ്റേതായ ശൈലി കൊണ്ട് പ്രേക്ഷകരിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സിസ്റ്റർ ബ്ലസ്സിയുടെ ചിരി. തൻ്റെ ഭർത്താവിൻ്റെ കോമഡി കേട്ട് ചിരിച്ചാണ് ഇത്രയും മനോഹരമായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞതെന്ന് സിസ്റ്റർ ബ്ലസ്സി വ്യക്തമാക്കി. ചിരി മത്സരത്തിൽ ബ്ലസ്സിക്ക് എതിരാളിയായി സിസ്റ്റർ നീതു ബിബി ഉണ്ടായിരുന്നുവെങ്കിലും 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് റാങ്ക് പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ മാസം നടന്ന ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 1ാം സ്ഥാനം നേടി സിസ്റ്റർ ഷോമി എന്ന യുവതി. തൻ്റെ നിരന്തരമായ കഠിന പ്രയത്നവും ഉറക്കം ഉപേക്ഷിച്ചുള്ള പഠിത്തവുമാണ് വിജയത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കി. തൻ്റെ ഈ വിജയം അനേകർക്ക് പ്രചോദനമാകുമെന്നും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ എടുക്കാൻ താൻ തയ്യാറാണെന്നും പറയുകയുണ്ടായി. പാർക്കിൽ അതിക്രമിച്ച് കയറി യുവാക്കൾ. ചെംസ്ഫോർഡ്. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ പാർക്കിൽ അതിക്രമിച്ച് കയറി ഒരു കൂട്ടം യുവാക്കൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ റൈഡുകളിൽ കയറുകയും പ്രോപ്പർട്ടികൾക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തു. പ്രതികളുടെ ചിത്രങ്ങൾ CCTVയിൽ ദൃശ്യമായിട്ടുണ്ട്. ക്രൈസ്റ്റ്വേ ചർച്ചിലെ യുവാക്കളാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നാണ് പോലീസ് പറയുന്ന പ്രാഥമിക നിഗമനം. പ്രതികളുടെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ക്രൈസ്റ്റ്വേയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാക്കാത്തതിൽ ആൾ കേരള കിഡ്സ് വിങ് സെക്രട്ടറി ജിജൂട്ടി ആൻഡ് രൂത്ത് എന്നിവർ പ്രതിഷേധമുയർത്തി. അതിൻ്റെ ഭാഗമായി ലാസ്റ്റ് സൺഡേ 6 മണിയോടെ കിഡ്സ് വിങ് അംഗങ്ങൾ ബാരിക്കേഡുകൾ തകർത്ത് സ്റ്റേജിൽ കയറുകയുണ്ടായി. സെക്രട്ടറി ദീപക് ഇടപെട്ട് തടയാൻ ശ്രമിച്ചെങ്കിൽ ശ്രമം പാഴായിപ്പോയി. അക്രമികൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നതുവരെ ആരാധന അലങ്കോലപ്പെടുത്തുകയാണ് കിഡ്സ് വിങ് അംഗങ്ങൾ പറയുകയുണ്ടായി. കിഡ്സ് വിങ് പ്രസിഡന്റ് രേണുമ്മ തത്സമയം നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. രേണുമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അതിക്രമം ഭയങ്കരമായിരുന്നു. രേണുമ്മ, ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത്? എത്ര പേരുണ്ടെന്ന് രേണുമ്മയ്ക്ക് അറിയാമായിരുന്നോ? ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കേസുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണോ? എത്ര രൂപയുടെ നാശം ഉണ്ടായി എന്ന് വല്ലതും വിവരമായിട്ടുണ്ടോ രേണുമ്മ? താങ്ക് യു രേണുമ്മ. വർഷിപ്പ് ലീഡേഴ്സിനെ ആവശ്യമുണ്ട്. ക്രൈസ്റ്റ്വേ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ചെംസ്ഫോർഡ് പുതുതായി ആരംഭിക്കുന്ന ആരാധനയെ ശുശ്രൂഷിക്കാനായി വർഷിപ്പ് ലീഡേഴ്സിനെ ആവശ്യമുണ്ട്. ആകർഷകമായ ശമ്പളമാണ് ലീഡേഴ്സിനായി കാത്തിരിക്കുന്നത്.
പ്രതിഫലം കർത്താവ് നേരിട്ടാണ് കൊടുക്കുന്നതെന്ന് പാസ്റ്റർ ജെയിൻ അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ള യോഗ്യത ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം എന്നീ ഭാഷകൾ നല്ലവണ്ണം എഴുതുവാനും വായിക്കുവാനും സംസാരിക്കാനും അറിയണമെന്നില്ല. ദൈവകൃപ മാത്രം മതി. കാലാവസ്ഥ. മിസ്രൈമിലെങ്ങും ഇടിയോട് കൂടിയ കൽമഴയ്ക്ക് സാധ്യത. ആളുകൾ പുറത്തിറങ്ങരുതെന്ന് ഫറവോൻ്റെ ഓഫീസ് അറിയിച്ചു. ലണ്ടനിലെ ഇന്നത്തെ താപനില -2 ഡിഗ്രി സെൽഷ്യസ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതേ കാലാവസ്ഥയായതിനാൽ ആരാധന യോഗങ്ങൾ മുടക്കരുതെന്ന് ക്രൈസ്റ്റ്വേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോദോം ഗോമറയിൽ വൻ തീപിടുത്തം, നാശനഷ്ടങ്ങൾ അറിവായിട്ടില്ല. പന്നികളുടെ കൂട്ട ആത്മഹത്യ, അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു മുഖ്യമന്ത്രി. പഴം പറിച്ചു തിന്ന കേസിൽ യുവദമ്പതികൾ അറസ്റ്റിൽ. ഏദൻ തോട്ടത്തിൽ നിയമപരിഷ്കരണത്തിന് ബിൽ പാസാക്കാൻ അടിയന്തര സമിതി. സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇസ്രായേലിന്റെ സംഘനൃത്തം, കൽപ്പലകൾ എറിഞ്ഞുടച്ചു മോശ. പെട്ടക എഴുന്നള്ളിപ്പിന് യാത്രക്കിടയിൽ കാള വിരണ്ടു. തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വിവാഹ സൽക്കാരത്തിനിടയിൽ വീഞ്ഞു തീർന്നുപോയ വീട്ടിലേക്ക് അടിയന്തര സഹായവുമായി യേശു ക്രിസ്തു. കായികം. ഇസ്രായേൽ പലസ്തീൻ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇസ്രായേൽ 150 റൺസിന്റെ ജയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.